മാർസ ആലമിലെ പോർട്ട് ഗാലിബിൽ നിന്ന് 31 വിനോദസഞ്ചാരികളും 14 ജീവനക്കാരുമായി പുറപ്പെട്ട ബോട്ട് ചെങ്കടലിൽ മുങ്ങിയതായി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. സംഭവത്തിൽ 17 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. 45 പേരുമായി പോയ ഒരു സഫാരി ബോട്ട് ചെങ്കടലിലെ മാർസ ആലം നഗരത്തിന്റെ വടക്കൻ പ്രദേശത്ത് മുങ്ങിയതായി സിൻഹുവ വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. സംഭവം നടന്ന പ്രദേശത്തുകൂടി കടന്നുപോയ മറ്റ് കപ്പലുകൾ 2 ചൈനീസ് വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തിയതായും വിവരമുണ്ട്. സീ സ്റ്റോറി എന്ന് പേരിട്ടിരിക്കുന്ന ബോട്ട് ഞായറാഴ്ച മാർസ ആലമിലെ പോർട്ട് ഗാലിബിൽ നിന്ന് 31 വിനോദസഞ്ചാരികളും 14 ജീവനക്കാരുമായിട്ടായിരുന്നു പുറപ്പെട്ടത്. വെള്ളിയാഴ്ച ഹുർഗദ മറീനയിൽ എത്തേണ്ടതായിരുന്നു. ചെങ്കടൽ പ്രവിശ്യയുടെ നിയന്ത്രണ കേന്ദ്രത്തിന് ഒരു ക്രൂ അംഗത്തിൽ നിന്ന് പ്രാദേശിക സമയം ഏകദേശം 5:30 അപകട സിഗ്നൽ ലഭിച്ചിരുന്നതായും പറയുന്നുണ്ട്. അതിനിടെയാണ് പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ബോട്ട് ആക്രമിക്കപ്പെട്ടതാണോ എന്ന സംശയവും ഉയരുന്നത്. ഗസയിലും മറ്റും ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പ്രതികാരമായി നിരവധി ചരക്ക് കപ്പലുകളാണ് ഹൂതികൾ ആക്രമിച്ച് തകർത്തത്. എന്നാൽ യാത്രാ ബോട്ടുകൾക്ക് നേരെ ഇതുവരെയും ആക്രമണം ഉണ്ടായിട്ടില്ല. എന്നാൽ ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടന്ന ഇസ്രയേൽ ആക്രമണത്തിന് മറുപടിയായി കഴിഞ്ഞ ഓഗസ്റ്റിൽ ഗ്രീക്ക് എണ്ണക്കപ്പലിന് നേരെ ഹൂതി ആക്രമണം ഉണ്ടായ ശേഷം സ്ഥിതി അല്പമൊന്ന് ശാന്തമായിരുന്നു. നേരത്തെ ഗാസയിൽ നടക്കുന്ന ഇസ്രയേലിന്റെ അധിനിവേശത്തെയും ഹൂതികൾ ശക്തമായി എതിർത്തിരുന്നു. ചെങ്കടലിൽ നിരന്തരമായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ കാരണം സൂയസ് കനാൽ വഴിയുള്ള ആഗോള ചരക്ക് നീക്കം ഇപ്പോൾ നിലച്ചിരിക്കുന്ന അവസ്ഥയാണ്. ആക്രമണത്തിൽ 2 കപ്പലുകളാണ് കഴിഞ്ഞ 10 മാസത്തിനിടയ്ക്ക് തകർക്കപ്പെട്ടത്. ഏതൻസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡെൽറ്റ ടാങ്കേഴ്സിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഹൂതികൾ ആക്രമിച്ച സൗനിയൻ എണ്ണക്കപ്പൽ. ഇസ്രയേൽ പിടിച്ചെടുത്ത പലസ്തീന്റെ തുറമുഖങ്ങളിലേക്ക് ചരക്കുമായി പോകരുതെന്ന തങ്ങളുടെ വിലക്ക് ഡെൽറ്റ ടാങ്കേഴ്സ് കമ്പനി ലംഘിച്ചുവെന്നും ഇതിനാലാണ് ആക്രമണമെന്നുമാണ് ഹൂതി വിമതരുടെ വാദം. അറബിക്കടൽ, ചെങ്കടൽ എന്നിവിടങ്ങളിലെ ബ്രിട്ടീഷ് നടപടികൾക്കെതിരെ ഹൂതികൾ കൂടുതൽ സൈനിക പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് ഹൂതി വക്താവ് യഹ്യ സാരി പ്രസ്താവിച്ചിരിക്കുന്നത്. ആക്രമണത്തോട് പ്രതികരിക്കാനും യമനെയും അവിടുത്തെ ജനങ്ങളെയും സംരക്ഷിക്കാനുമുള്ള അവകാശം ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗസയിലെ ഉപരോധം പിൻവലിക്കുകയും പലസ്തീൻ ജനതയ്ക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതുവരെ ഈ പ്രവർത്തനങ്ങൾ തുടരുമെന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആക്രമണങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് ഹൂതികൾ കപ്പലുകൾക്ക് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടത്. ഏകദേശം 80ഓളം കപ്പലുകളാണ് ഇതുവരെ ആക്രമിച്ചതും.